അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനൊരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ജസ്റ്റ് മോൻ പോകുന്ന തലേന്ന് എനിക്ക് പരീക്ഷിച്ചതാണ്. ഇത് ഞാൻ ബദാം തൊലി കളയാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചേന ഗ്രാസ് ഒരു 10 ഗ്രാം ചേന ഗ്രാസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഒരു 1/4 കപ്പ് കാഷ്യൂ, ബദാമും 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് കുറച്ച് പാലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ബദാമിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് പിന്നെ കാഷ്യൂവിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. മിക്സിയിലിട്ട് അരച്ചിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ചെറിയൊരു തരിതിരിപ്പൊന്നും ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അവിടെ ഒരു പാക്ക് പാലെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പാക്ക് പാലിലേക്ക് ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് തിളക്കുന്ന വരെ വെക്കുക. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ സോക്ക് ചെയ്തിരിക്കുന്ന ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുക. നിങ്ങൾ 10 15 എടുക്കുക കേട്ടോ. നല്ല കട്ടി വേണമെങ്കിൽ 15 എടുക്കുക, നല്ലൊരു ബർഫി പോലെ വേണമെങ്കിൽ 15 ഗ്രാം എടുക്കുക, അല്ലെങ്കിൽ 10 ഗ്രാം എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മളെ മിൽക്ക് മെയ്ഡ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആ കാഷ്യൂ ബദാം പേസ്റ്റ് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഒരു 1-2 ഡ്രോപ്സ് വാനില എസൻസും കൂടി ചേർക്കുക. പിന്നെ കുറച്ച് റോസ്റ്റ് ചെയ്തിരിക്കുന്ന കാഷ്യൂ കൂടി ചേർത്ത് കൊടുക്കുക. നട്ട്സ് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഇത്രയേ പണിയുള്ളൂ. ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. പുഡിംഗ് ബൗളിലേക്ക് മാറ്റുക, ഇഷ്ടമുള്ള ഡെക്കറേറ്റ് ചെയ്യുക. ഞാനിവിടെ പിന്നെ നമ്മുടെ ഗോൾഡൻ ഷുഗർ ബോൾസും പിസ്തയും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇത് മോന് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഓനക്ക് തിന്നാൻ വേണ്ടിയിട്ട് ആക്കി കൊടുത്തു. അവൻ പുഡിങ്ങിൻ്റെ ഭയങ്കര ലവറാണ്. പുഡിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എനിക്ക് ഉള്ള സാധനം വെച്ചിട്ടൊന്ന് പരീക്ഷിച്ചതാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ പുഡിങ് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഗ്രൂപ്പിലും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് അടിപൊളി വീഡിയോയുമായി കാണാം. ബായ്.